കർണാടകത്തിലെ പ്രശസ്തമായ ഗോകർണത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രവും അതോടൊപ്പം തന്നെ ഒരുപാട് ബീച്ചുകളുള്ളൊരു സ്ഥലം കൂടിയാണിത്. നദികളുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിന് പശുവിൻ ചെവിയുടെ ആകൃതിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഗോകർണം എന്ന് പേര് വീണത്. ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാബലേശ്വര ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ശിവഭക്തന്മാർ ഇവിടെ എത്താറുണ്ട്. അതേപോലെ തന്നെ ശിവരാത്രി ഇവിടുത്തെ ഒരു ഫേമസ് സമയം കൂടിയാണ്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. കർണാടകയിലെ ഹിന്ദു മതപ്രകാരം 7 മുക്തി സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഗോകർണ എന്ന് പറയുന്നത്. അതേപോലെ കുംഭമേള ടൈമിലൊക്കെയാണ് രഥത്തിൻ്റെ ആഘോഷം വരുന്നത്. അപ്പോൾ ഈ രഥം വലിച്ചു കൊണ്ടുപോയി അപ്പുറത്തെ സൈഡിലെ അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഒരുപാട് തിരക്കുള്ള സമയവും അതുപോലെ തന്നെ കുറേ ആൾക്കാർ കാണാൻ വരും. വലിയൊരു ഉത്സവം കൂടിയാണത്. അപ്പോൾ ഈ മഹാബലേശ്വര ക്ഷേത്രം കൂടാതെ തന്നെ ഇവിടെ മഹാഗണപതി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, ഭരതരാജ ക്ഷേത്രം, വെങ്കട്ടരാമണ ക്ഷേത്രം, മറ്റനേകം പ്രാചീന ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഗോകർണ മെയിൻ ബീച്ചിലേക്കും അതേപോലെ തന്നെ കുട്ട്ലെ ബീച്ചിലേക്കും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഗോകർണ മെയിൻ ബീച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ ഗോകർണ മെയിൻ ബീച്ചിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു മെയിൻ ബീച്ച് മാത്രം കണ്ട് തിരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ ഒരു മെയിൻ ബീച്ച് മാത്രമല്ല, ഇവിടെ രസകരമായിട്ടുള്ള ട്രക്കിംഗ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റിയ വേറെ 4-5 ബീച്ചുകളുണ്ട്. കുട്ട്ലെ ബീച്ച്, ഓം ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച്. അപ്പോൾ അതൊക്കെ ഇതിനെക്കാട്ടിലും ഒരുപാട് രസമുള്ള ബീച്ചാണ്. അപ്പോൾ അതെല്ലാം ട്രക്ക് ചെയ്ത് പോകുന്ന വീഡിയോ മുമ്പ് ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മറക്കാതെ കാണാം. അപ്പോൾ ഗോകർണ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ നിർത്തുന്നത് ഗുംറ്റയിലാണ്. അപ്പോൾ ഗുംറ്റയിൽ നിന്ന് ഗോകർണത്തേക്ക് ഒരുപാട് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഗുംറ്റയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഗോകർണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ ക്ലൈമറ്റ് മൊത്തം മാറി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, നല്ല കാറ്റുണ്ട്, അതേപോലെ തന്നെ നല്ല മഴക്കാറുണ്ട്. മഴ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. പറഞ്ഞ പോലെ തന്നെ മഴ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ പോകണം എങ്ങടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിറങ്ങിയ ഗോകർണ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ബസ്സിലല്ല കേട്ടോ, ഒരു ടാക്സിക്കാണ്. അവർ ആദ്യം 600 രൂപയ്ക്കാണ് പറഞ്ഞത്, പിന്നെ 400 രൂപയ്ക്ക് ഏകദേശം ഉറപ്പിച്ചിട്ട് അങ്ങനെയാണ് വന്നത്. തിരിച്ച് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗോകർണ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ബസ് ഇറങ്ങിട്ടോ. അപ്പോൾ എന്തായാലും ട്രെയിൻ വരാൻ കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇതാ നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയാണ്. അല്പസമയത്തിനകം എന്ത് ചെയ്യും, ട്രെയിൻ ഇവിടെ എത്തും. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ട്രെയിൻ മാംഗ്ലൂരാണ്. മാംഗ്ലൂർക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി ഫുഡെല്ലാം കഴിച്ച്, ഡയറക്റ്റ് കിട്ടിയിട്ടില്ല. സോ അവിടെ ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മളടുത്ത ഷൊർണൂർക്കുള്ള ട്രെയിനിന് കയറും. നമ്മൾ ബുക്ക് ചെയ്ത ബോഗിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു.